ഹിന്ദു പാരമ്പര്യത്തിലെ ആകാശ നക്ഷത്രങ്ങളായ സപ്തഋഷികളെക്കുറിച്ച് അറിഞ്ഞാലോ? ആരാണവർ? എന്തുകൊണ്ടാണ് അവരെ മഹാന്മാരെന്ന് വിളിക്കുന്നത്? സപ്തഋഷികൾ എന്നത് 8 ദിശകളെ പ്രകാശിപ്പിക്കുന്ന 7 വലിയ തേജസ്സുകൾ എന്നാണ് വിശ്വാസം. ഇവർ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച ജ്ഞാനികളുടെ പ്രതിനിധികളാണ്. ഇവർ ഭരദ്വജൻ, കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ജമദഗ്നി, ഗൗതമൻ എന്നിവരാണ്. ഓരോ ഋഷിയുടെ ജീവിതവും മനുഷ്യരാശിക്കുള്ള ആഴമുള്ള പാഠങ്ങളാണ്. ഭരദ്വജൻ ആയുർവേദത്തിൻ്റെ പിതാവായും വ്യോമശാസ്ത്രത്തിൻ്റെ ആചാര്യനുമായി അറിയപ്പെടുന്നു. ദൈവിക തത്വചിന്തയെ ശാന്തമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും പ്രചാരത്തിലുണ്ട്. കശ്യപൻ ദേവന്മാരുടെയും ദാനവന്മാരുടെയും പിതാവായി കശ്യപൻ പ്രശസ്തനാണ്. ആകാശത്തും ഭൂമിയിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും പിതാവാണ് കശ്യപൻ. അത്രി ആത്മസംയമനത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ചന്ദ്രൻ മനസ്സിൻ്റെ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. വസിഷ്ഠൻ വേദങ്ങളുടെ മഹത്തായ സൃഷ്ടാവായ വസിഷ്ഠൻ രാമായണത്തിലെ രാമൻ്റെ ഗുരുവായി അറിയപ്പെടുന്നു. ധാർമ്മികതയുടെ വിളംബരമായി അദ്ദേഹം ശ്രദ്ധേയനാണ്. വിശ്വാമിത്രൻ ഗായത്രി മന്ത്രത്തിൻ്റെ രചയിതാവായ വിശ്വാമിത്രൻ പ്രകൃതിയുടെ മഹിമയെ വെളിപ്പെടുത്തുന്ന നിരവധി കഥകളുടെ ഭാഗമാണ്. ജമദഗ്നിയുടെ കഥ നമ്മെ ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ പരശുരാമൻ ധർമ്മത്തിൻ്റെ വീരനായകനാണ്. ഗൗതമൻ മനുഷ്യനെ കർമ്മയോഗത്തിൻ്റെ മഹത്വത്തിലേക്ക് നയിച്ച മഹാനാണ്. അഹല്യയുടെ ശാപമോചനത്തിൻ്റെ കഥ ഇന്നും അതുല്യമാണ്. സപ്തഋഷിമാരുടെ പാഠങ്ങൾ ജീവിതത്തിൽ അമൂല്യമായൊരു മാർഗദീപമാണ്. ത്യാഗം, ധാർമ്മികത, ആത്മജ്ഞാനം, സഹനശീലം എന്നിവയാണ് അവരുടെ സന്ദേശം. ഇന്ന് സപ്തഋഷികൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായ മാർഗം കണ്ടെത്താനൊരു ഉത്സാഹമുളവാക്കുന്നു. ഈ സപ്തഋഷിമാരുടെ കഥകൾ നിങ്ങളുടെ മനസ്സിലൊരു പ്രകാശം പകരുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.